നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യമായി കാണുന്ന സ്വർഗം നമ്മുടെ നിപ്പിലും ഇരിപ്പിലും നടപ്പിലും എപ്പോഴും സ്വർഗം നേടിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും അറിവ് നേടുന്നവരാണ് നമ്മളൊക്കെ. ആ രീതിയിൽ എപ്പോഴും അറിവ് നേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവശ്യമുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഖുർആൻ അല്ലാഹു മനുഷ്യരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം. വിശ്വാസികളല്ലാത്ത ആളുകളെ വിളിച്ചല്ല പറഞ്ഞത്, വിശ്വാസമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പുതുക്കിക്കൊണ്ടിരിക്കണം. എന്താണത്? ഒരു വേള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുകയും അറിയുകയും ഒരു വേള നമ്മൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ദീനിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നുമൊക്കെ നമ്മളെ അകറ്റി കൊണ്ടുപോയേക്കാം. എന്നാൽ അതിന് വകവരാതെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണമെന്നാണ് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തിയത്. ആരാണ് വിജയിച്ച ആളുകൾ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഒരു വേള എൻ്റെ മുമ്പിലിരിക്കുന്ന, ഏറെ പ്രായമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കുറച്ചൊക്കെ ജീവിതം കഴിഞ്ഞു, ഇനി അങ്ങനെയൊന്നും കൂടുതലായി ആസ്വദിക്കുവാനും അതല്ലെങ്കിൽ ആഘോഷിക്കുവാനൊന്നുമില്ല, ഇനി ഈ ജീവിതം എങ്ങനെ അങ്ങോട്ട് അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ പറയുക ലക്ഷ്യം സ്വർഗമാണ് എന്ന്. അതിലാർക്കും സംശയമില്ല. പക്ഷെ നമ്മൾ ലക്ഷ്യം സ്വർഗമാണ് എന്ന് പറയുമ്പോഴും അത് നേടിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ ചെയ്യണം, ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണ് വിജയിച്ചവർ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അല്ലാഹു ഒരു ഉത്തരം നൽകി നമുക്ക്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടത്, വ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചത് ആരാണോ, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. അപ്പോൾ ആരാണ് വിജയിച്ച ആളുകൾ എന്നുള്ളതിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ നമുക്കിനി ഒരു തർക്കമോ അതല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ആവശ്യമില്ല. അപ്പം ഇനി രണ്ടാമത് വേണ്ടത് എന്താ? ആ പറഞ്ഞ വിജയികളായി തീരാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക തലങ്ങളിലുമൊക്കെ നമ്മുടെ സ്വർഗം നേടിയെടുക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജീവിത രീതിയുമാണ് നമ്മളൊക്കെ കൈവരിക്കേണ്ടത്. വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമ്മളേറെ സൂക്ഷിക്കുന്നവരാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് സംസാരിക്കേണ്ട വിഷയം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു വേള പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും പലപ്പോഴും പല ആളുകളും തയ്യാറാകുന്നുണ്ട്. ഇസ്ലാമികമായ ഒരു കുടുംബം ആദർശപരമായ ഒരു കുടുംബമായി ജീവിക്കുന്നിടത്ത് പുതിയ കാലത്ത് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും പല ആളുകളും തയ്യാറാകുന്നു എന്നുള്ളത് കുടുംബജീവിതം പോലും തകരുന്ന രീതിയിലേക്ക് അത് എത്തിക്കുവാൻ കാരണമാകുന്നു. പണ്ട് സാധാരണ പല നാട്ടിലൊക്കെ പല രീതിയിലുമാണ് ഈ ഒരു തമാശയിലുള്ള കഥ ഉണ്ടാവാറ്. പാമ്പ് കടിയേറ്റ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നാണ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത്. മയ്യത്ത് കട്ടിലുമായി ഇങ്ങനെ പോകുന്ന സമയത്ത് മയ്യത്ത് കട്ടിൽ ഏറ്റി നടന്നവരുടെ കാല് ഒരു വേരിൽ തട്ടി അയാൾ വീണു. അതിൻ്റെ കൂടെ മയ്യത്ത് കട്ടിലും താഴെ വീണു. ഈ മയ്യത്ത് കട്ടിൽ വീണ ഉടനെയാണ് കട്ടിലിൽ മരിച്ചു എന്ന് പറഞ്ഞ പെണ്ണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റത്.
യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നാ പെണ്ണ് ചോദിച്ചോ പറഞ്ഞു കൊടുത്തു ആൾക്കാർ, നിങ്ങൾ മരിച്ചു, അങ്ങനെ നിങ്ങളെ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോവാണെന്ന്. ജീവിതം വീണ്ടും മുന്നോട്ട് പോയി. ആ സ്ത്രീ ശരിക്കും മരിച്ചു. വീണ്ടും മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഭർത്താവ് പറഞ്ഞു, വേരുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്, ശ്രദ്ധിച്ച് നടക്കണമെന്ന്. അതിൻ്റെ പൊരുളെന്താണെന്ന് ഞാൻ പറയണില്ല. ഈ മുതലിൽ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. പലപ്പോഴും ആണുങ്ങൾ ഇങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബമായി കഴിയുക എന്നുള്ളിടത്ത് നമ്മൾ എത്രത്തോളം സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിലെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല. പുരുഷന്മാർ മരണപ്പെടുന്നതിൽ 60% ആളുകൾ മരിക്കുന്നത് കൂടെ ജീവിക്കുന്ന ഇണയുടെ സമ്മർദ്ദം മൂലമാണ് എന്നാണ്. നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കൂല. സമ്മതിക്കൂല എന്ന് പറയാനുള്ള കാരണം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ദീനുള്ളത് കൊണ്ടാണ്. മതവും ദീനും ഇല്ലാത്ത ഒരാളുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എന്നും മാനസികമായ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ പഠനത്തിൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് എന്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ പഠനം വന്നത്? വിവാഹത്തിന് താല്പര്യമില്ല എന്ന്. കാരണം അവർ കാണുന്ന കുടുംബജീവിതങ്ങളൊക്കെ തകരുന്നു, വേർപിരിയുന്നു, ആത്മഹത്യകളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്വവും കുടുംബവും ഏറ്റെടുക്കാൻ യുവതികൾക്ക് താല്പര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. ഇവിടെയാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയം ഏറെ പ്രസക്തമാകുന്നത്. ആളുകൾക്കിടയിൽ എന്താണ് കുടുംബജീവിതം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ചു നൽകണം. എങ്ങനെയാണ് കുടുംബമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്ത് അല്ലാഹ് വളരെ കൃത്യമായി ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. എല്ലാവർക്കും അർത്ഥമറിയാവുന്നൊരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് വിളിച്ചത്, വിശ്വാസികളെ എന്നാണ് വിളിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസമുള്ള ആളുകളെ തന്നെയാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഖൂ അൻഫുസകും. ആദ്യം ആരെ കാക്കണം നരകത്തിൽ നിന്ന്? അൻഫുസകും, സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വന്തത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം. പിന്നെയോ വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും കാക്കണം. അപ്പം ആദ്യത്തെ പ്രസക്തി ആർക്കാ? വ്യക്തിക്കാണ്. അപ്പം ഞാനൊരു കുടുംബനാഥനാണ്. എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ആർക്കാ? എൻ്റെ വ്യക്തി ജീവിതത്തിലാണ്. എൻ്റെ ഖബർ, എൻ്റെ വിചാരണ, ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന നരകം, സ്വർഗം, ഇതിനെക്കുറിച്ചൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനർത്ഥം എന്താ? കുടുംബത്തിൻ്റെ പേരും കുടുംബത്തിൻ്റെ പ്രയാസവും പറഞ്ഞിട്ട് എന്തില്ല? എനിക്ക് രക്ഷപ്പെടാൻ ഒരു വകുപ്പില്ല. ഞാൻ കച്ചവടം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഞാൻ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ആ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി എനിക്ക് ജമാഅത്ത് നമസ്കരിക്കാനുള്ള സൗകര്യം അടുത്ത് പള്ളിയുണ്ട്. ബാങ്ക് ഞാൻ കേൾക്കുന്നുണ്ട്, ഇഖാമത്ത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ഈ നമസ്കാരത്തിൻ്റെ സമയത്ത് ഞാൻ അങ്ങോട്ട് പള്ളി പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ കച്ചവട സ്ഥാപനത്തിൽ എനിക്ക് കച്ചവടം നഷ്ടമായാലോ, 2 ആൾ വന്നാൽ 500 റുപ്യ പോയി എന്ന് വിചാരിച്ച് നമസ്കരിക്കാതിരുന്നാലോ? ആർക്ക് വേണ്ടിയാണ് അധ്വാനിച്ചതിന് ഉത്തരം എന്താ? അയാൾക്ക് കുടുംബത്തിന് വേണ്ടിയെന്നാ. അപ്പം അള്ളാൻ്റെ മുമ്പിലെത്തി. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ മക്കളെ പോറ്റാനും ഉമ്മയെ ഉപ്പയെയും കുടുംബത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. എന്താ പടച്ചോൻ്റെ ഉത്തരം ഉണ്ടാവുക? ഖുർആൻ ഇങ്ങനെ മറിച്ചിട്ട് ഒരായത്തുണ്ട്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ആരും പറഞ്ഞിട്ടില്ല കുടുംബത്തിന് വേണ്ടി സ്വന്തം ഇബാദത്തുകളെ ഒക്കെ മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ. ആര് പറഞ്ഞിട്ടില്ല? അല്ലാഹ് പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരോട് ഇന്ന് പോയിട്ട് പറയണം, ഞങ്ങളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, നിങ്ങളെ ഖബറും പരലോകവും നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹ് എന്താണോ തരാൻ കരുതിയത് അത് അല്ലാഹ് തരും.
ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും, മനുഷ്യർക്കെന്നല്ല, എല്ലാ സൃഷ്ടികൾക്കും ജീവനുള്ളവർക്കും റിസ്ക് നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. അള്ളാഹുവാണ്. അള്ള എന്താണോ തരാൻ നൽകിയത്, കരുതിയത്, അത് പടച്ചോൻ തരും. അതിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളെയും കുട്ടികളുടെയും പേര് പറഞ്ഞ് നിങ്ങളുടെ നിസ്കാരം ഇബാദത്തും എന്ത് ചെയ്യണ്ട, ഒഴിവാക്കേണ്ട എന്ന് ഭാര്യമാരായ നിങ്ങൾ ഓരോരുത്തരും ഭർത്താക്കന്മാരെ ഉണർത്തണം. ഇനി അതേപോലെയാണ് തിരിച്ചും, അല്ലേ? കുടുംബത്തിൽ സ്ഥാനം കൂടുതൽ, അല്ലേ? ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ വീടിനുള്ളിൽ ഏത് കുപ്പിയിൽ പഞ്ചസാര ഇടണം ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കും. മേശ എങ്ങനെ ഇടണം, എവിടെ ഇടണം ആര് തീരുമാനിക്കും? നമ്മളിഷ്ടമാണ്. മൂപ്പരെന്തേ ചെയ്യുള്ളൂ? സാധനം കൊടുന്ന് കവറ് കയ്യിൽ തരുകയേ ചെയ്യുള്ളൂ. ബാക്കി അവിടുന്ന് എങ്ങനെയൊക്കെ അത് വീതം വെക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനം നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ ആ വീടിൻ്റെ മുൻവശം വാതിൽ കഴിഞ്ഞ് ഉള്ളിൽ കയറിയാൽ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളെടുത്താ. പുറത്തു നിന്ന് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഇബാദത്തുകളെ പോലും മാറ്റിവെച്ച് വരുന്ന ഒരു മനുഷ്യന് ഇതൊന്നും നമ്മൾ ഉപദേശിക്കാതെ ഈ അധ്വാനിച്ച് വരുന്ന മനുഷ്യർക്കും കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു യന്ത്രമായിട്ട് നമ്മളും മാറണ്ട. അതാണ് ഈ ആയത്തിൻ്റെ ആശയം. സാധാരണ ഞാനിങ്ങനെ ആലോചിക്കലേ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക വീട്ടിൽ ഉമ്മമാരാണ്, സഹോദരിമാരാണ്. ഒരു വേള ഏറ്റവും അവസാനം കിടക്കുക ആരായിരിക്കും? ഈ ആൾക്കാരായിരിക്കും. അടുക്കളയിൽ അവസാനം ഇങ്ങനെ ആ വീതനെ ഇങ്ങനെ തുടച്ച് ആ തുണി ഇങ്ങനെ പിഴിഞ്ഞ് ഒരു സ്ഥലത്തിന് വിരിച്ചിട്ട് വരുമ്പോഴാണ് നമുക്കൊരു റാഹത്താവുക. അപ്പോഴേക്കും നമ്മൾ വരുമ്പോഴത്തേന് എന്തായി? മൂപ്പര് ക്ഷീണിച്ചുറങ്ങി, മക്കൾ അപ്പുറത്തുറങ്ങി, എല്ലാവരും ഉറങ്ങി. ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്, പഠിച്ചോനെ ആ അടുക്കള സൈഡിൽ തന്നെ ചെറിയൊരു ബാത്റൂം ഒരു കട്ടിൽ വിട്ടാൽ ഒന്നും കൂടി എളുപ്പമല്ലേ കാര്യങ്ങൾ? ഇതെന്താ ഇതിന് ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ കുടുംബം തകർന്നു പോകുന്നതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ധാരാളം പഠനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇന്ന് ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ കുറവാണെന്ന്, പരസ്പരമുള്ള ബന്ധം വളരെ കുറവാണെന്ന്. ഈ ബന്ധം ആളുകൾ തമ്മിൽ കുറയുകയും എന്ത് ചെയ്യുന്നു? അഥവാ കൂടെ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം കുറയുകയും ദൂരെയുള്ള ആളുകളുമായുള്ള ബന്ധം കൂടുകയും ചെയ്യുന്നു. കാരണം ഇന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കലും ഒരുമിച്ചിരുന്ന് ഒരു തമാശ പറയലും ഇല്ല. ഇന്ന് ഈ സാധനം നോക്കിയിട്ട് ചിരിക്കുക എന്നല്ലാതെ പരസ്പര മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതികളില്ല. ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മുടെ മുൻപിൽ അള്ളാഹു കൃത്യമായി ഉത്തരം നൽകി, ഓ അംഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. ഞാൻ നിങ്ങളെ എന്ന് പറയുന്ന ഭാഗം തൽക്കാലം അവിടെ നിർത്തുന്നു. കുടുംബം ഈ വിഷയമാണ് നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട കുടുംബം ആരുടെ കുടുംബമാണ്? ഈ ലോകത്ത് എല്ലാവർക്കും മാതൃകയായി നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതമാണ്. ഇന്ന് രാത്രി മഗ്‌രിബ് കഴിഞ്ഞിട്ട് പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, പ്രവാചകൻ വാതിലിങ്ങനെ മുട്ടി ഡോറ് തുറന്ന് നമ്മൾ ഗ്ലാസ്സിൽ കൂടെ അങ്ങനെ നോക്കിയപ്പോൾ പ്രവാചകനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നബി വരികയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ മാറ്റും നമ്മൾ? കാരണം പ്രവാചകൻ കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കണ്, അതൊക്കെ എവിടെ ഉണ്ട്? നമ്മുടെ വീടിനുള്ളിലുണ്ട്. അപ്പം നബി വന്നത് പ്രശ്നമാണ്, മാറ്റണം, അല്ലേ? മാറ്റണം, അതാണ് പോയിന്റ്. പ്രവാചകൻ വരില്ല എന്ന് ഉറപ്പാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മാറണം. നമ്മൾ മാറാൻ തയ്യാറാവണോ? ഇപ്പം എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകളിൽ നിന്നും അത്രയൊന്നും മാറാനുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്നൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരാണ്, ഒരു വേള വിവാഹം കഴിഞ്ഞ ആളുകളുമാണ്. പക്ഷേ എൻ്റെ ഉപ്പമാരോടും സഹോദരന്മാരോടും ഉമ്മമാരോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുറച്ച് കൗമാരക്കാരികളുണ്ട്, നമ്മുടെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരെയാണിത് ബോധ്യപ്പെടുത്തേണ്ടത്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഒരു കുടുംബം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ വിവാഹമാണ്, കല്യാണം, അല്ലേ?
ഇസ്ലാമിൽ ഏറെ പ്രാധാന്യം നൽകിയ ഒന്നാണ് കല്യാണം, വിവാഹം. ഖുർആനിലൊരു വാക്കന്നെ എന്താ? മീസാഖൻ ഗലീദ, ബലിഷ്ഠമായ ഒരു കരാർ. എത്ര മനോഹരമായിട്ടാണ് അതിനെ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്നറിയോ? ആ കുടുംബജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ തന്നെ വളരെ കൃത്യമായി നീ എങ്ങനെയാണ് ഒരു ഇണയെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുവരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ ക്വാളിറ്റികൾ നീ ശ്രദ്ധിക്കണം, പരിശോധിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരു ഇണയെ തിരഞ്ഞെടുത്ത് വിവാഹത്തിലൂടെ അവന് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു അവനോട് പറഞ്ഞൊരു വാക്ക്. കുടുംബജീവിതവുമായി ഇസ്ലാമികമായ രീതിയിൽ കുറേ പഠനങ്ങളും അധ്യാപനങ്ങളുണ്ട്. പക്ഷെ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരായത്ത് ഏതാണെന്നറിയോ? ഒരു പ്രയോഗമാണ്. ലോകത്തിന്നേ വരെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിലോ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലോ ഇവിടെ നമ്മളിന്നിങ്ങനെ കാണുന്നത് പോലെ വലിയ ഇൻഫ്ലുവൻസേഴ്സ്, മോട്ടിവേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, മോട്ടിവേഷനൊക്കെ നടത്തുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ പോലും ഒരാളുടെ സംസാരത്തിലും അങ്ങനെ ഒരു വാക്കുണ്ടാവില്ല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ റബ്ബ് തന്നെ പറയാണ് ഒരു വാക്ക്, നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം എങ്ങനെയാണ് എന്ന്. അത്രമേൽ മനോഹരമായ ഒരു വാക്ക് നമുക്കിനി ലോകത്ത് കേൾക്കാനും നമുക്കറിയാനുമില്ല. ആ ആയത്ത് ഇങ്ങനെയാണ്: ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. ചെറിയൊരു വാചകമാണത്, പക്ഷെ എത്രത്തോളം അർത്ഥമുണ്ടെന്നറിയോ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഹുന്ന ലിബാസുൽ ലക്കും, നിങ്ങൾക്ക് അവൾ ഒരു വസ്ത്രം പോലെയാണ്. വ അൻതും, നിങ്ങളോ ലിബാസുൽ ലഹുന്ന, അവൾക്കൊരു വസ്ത്രം പോലെ. പരസ്പരം വസ്ത്രമാണ് എന്നാ. ഈ ലിബാസ്, വസ്ത്രം എന്ന ഒരു വാക്ക്, ഒരു പ്രയോഗം എത്രത്തോളം വിശാലമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ചോ എന്ന് എനിക്കറിയില്ല. അതിൽ ഒന്നാമത്തെ ഒരു ഭാഗം എന്താണെന്നറിയോ? ഇപ്പോൾ വസ്ത്രം, നമ്മൾ വസ്ത്രം എടുക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മളൊരു വസ്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുക എങ്ങനെയാണ്? നമുക്ക് യോജിച്ചത്, അല്ലേ? യോജിച്ച ഒന്ന്. എന്തുകൊണ്ടാണ് നമ്മളൊരു വസ്ത്രം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മണിക്കൂറുകൾ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിരയാൻ വേണ്ടിയിട്ടല്ലേ? എന്തിനാ തിരയണേ? യോജിച്ചത് കിട്ടാൻ, അല്ലേ? യോജിച്ചത് കിട്ടാനാണല്ലോ. അങ്ങനെയാണെങ്കിൽ യോജിച്ച വസ്ത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അള്ള പറഞ്ഞ വാക്കതാ, വസ്ത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ ഒരു പൊരുൾ അങ്ങനെ മനസ്സിലാക്കും നമ്മൾ. നമുക്ക് യോജിച്ചൊന്ന് വേണം എന്ത് തിരഞ്ഞെടുക്കാൻ, യോജിച്ചൊന്ന് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പം നമ്മൾ യോജിച്ചൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ നമ്മൾ ശരീരത്തിന് ചേർന്നത് യോജിച്ചതുമായത് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഈ യോജിപ്പിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണെന്നറിയോ? ആദർശത്തിലുള്ള യോജിപ്പാണ്. അതാണല്ലോ ഒന്നാമത്തെ അടിത്തറ. ഇപ്പം ഈ വീട് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഈ വീടിന് ആദ്യം എന്താ ഉണ്ടാക്കിയത്? തറയാണ് ഉണ്ടാക്കിയത്, അടിത്തറയാണ് ഉണ്ടാക്കിയത്. തറയില്ലാതെ അതിന് മുകളിൽ നമ്മൾ എത്ര വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കിയാലും അത് നിൽക്കൂല, അത് തകർന്നു വീഴും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. അല്ലാഹുവല്ലാതെ വേറെ ആരാധ്യന ഈ ലോകത്തില്ല എന്ന വിശ്വാസപരമായ അടിത്തറയാണ്, ആദർശമാണ്. ഈ ആദർശത്തിലുള്ള അടിത്തറയാണ്, പൊരുത്തമാണ് നമുക്കിഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ലിബാസ്, വസ്ത്രം എന്ന് ഉപമിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് യോജിച്ച വസ്ത്രമാണ് എങ്കിൽ ആ പ്രയോഗമാണ് അള്ളാഹ് നടത്തിയത്. പരസ്പരം വസ്ത്രങ്ങളാണ്, നമ്മൾ പരസ്പരം യോജിച്ചവരാകണം. അതിൽ ഒന്നാമത്തെ ഘടകേത ആദർശമാണ്, വിശ്വാസമാണ്.